എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചുരക്കയും ചനാദാലും വെച്ചിട്ടുള്ള നല്ലൊരു കറി തയ്യാറാക്കിയാലോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ചനാദാലാണ് എടുത്തത്. ഇത് നല്ലതുപോലെ ഒന്ന് ആദ്യം കഴുകിയെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു 2 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചുരക്കയാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഏകദേശം 1/2 കിലോയോളം ഉണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ ചനാദാൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട്. ഈ കുതിർത്ത് വെച്ചിരുന്ന വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഇത് ഒരു പ്രാവശ്യം കൂടി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുത്ത ചുരക്കയാണ് ചേർക്കേണ്ടത്. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഏകദേശം 2.5 കപ്പ് ചുരക്കയുണ്ട്. ഇതുപോലെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയത് കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. 1 കപ്പെന്ന് പറയുന്നത് 250 ml കപ്പാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയ ശേഷമാണ് ഇത് തുറന്നിരിക്കുന്നത്. ഇപ്പോൾ ചുരക്കയും ചനാദാലും ഒക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ കടലപ്പരിപ്പ് ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഉടഞ്ഞു വരണം. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർത്തത്. 1 നുള്ള് കായം കൂടി ചേർത്തിട്ടുണ്ട്. 2 ഉണക്കമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയാണ് ചേർക്കാനുള്ളത്. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് ഏകദേശം 1 ടീസ്പൂണാണ് ഞാനിപ്പോൾ ചേർത്തത്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 1-2 മിനിറ്റെങ്കിലും ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഒരു 3-4 മിനിറ്റെങ്കിലും എടുക്കും ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് വരാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ടുണ്ട്. നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു അല്പം വെള്ളം ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മാത്രമാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. വീണ്ടും ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി തന്നാൽ നന്നായിരുന്നു. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചുരക്കയും ചനാദാലും കൂടി ചേർത്ത് കൊടുക്കാം.
ഇത് നല്ലതുപോലെ ഈ മസാലയുമായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ചുരക്കയും ചനാദാലും ഈ മസാലയും ഒക്കെ ആയിട്ട് ചേർന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെജിറ്റേറിയൻ റെസിപ്പികളുടെയൊക്കെ ഒരു പ്രത്യേകം പ്ലേലിസ്റ്റിന് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക, റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ പാകത്തിന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള ചുരക്ക ചനാദാൽ കറി ഇവിടെ റെഡിയാകും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്